എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മാതാവിനോട് ഞാൻ ആദ്യം തന്നെ 1000 നന്ദി പറയുകയാണ്. കാരണം മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ, പ്രത്യേകിച്ച് ലൈവിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. കാരണം മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. മാതാവിനോട് നമ്മൾ നേരിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടലും നടത്തും. മാതാവിൻ്റെ അത്ഭുതം തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിലുണ്ടാവും. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറുവാനായിട്ട് മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. പക്ഷേങ്കിലും നിങ്ങൾ ലൈവിൽ പങ്കുചേരുക. ലൈവിൽ പങ്കുചേരുന്നതിനായിട്ട് മാതാവ് വെളിപ്പെടുത്തിയൊരു കാര്യമാണ് മാതാവിൻ്റെ രൂപം പണിയുന്നതിനായിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് ലൈവിൽ പങ്കുചേരുക. മാതാവിനോട് നേരിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ഭക്തിയോട് കൂടെ തന്നെ ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. അതീവ ഭക്തിയോട് കൂടെ തന്നെ ലൈവിൽ പങ്കുചേരുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നേരിട്ടാണ് മാതാവിനോട് നിങ്ങൾ സമർപ്പിക്കുന്നത്. എല്ലാ ദിവസവും 7:30-ക്കാണ്, അതായത് വൈകിട്ട് 7:30-ക്കാണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ലൈവിൽ പങ്കുചേരുക. ലൈവിൽ പങ്കുചേരുന്നതിനായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. അത് മാതാവിൻ്റെ രൂപം പണിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറുവാനായിട്ട് മാതാവിൻ്റെ ഇടപെടൽ നേരിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. മാതാവിനോട് നിങ്ങൾ നേരിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് അത്ഭുതം നടക്കുന്നുണ്ട്. മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്നതിനെ ഓർത്ത്. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഇത് മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ അതീവ ഭക്തിയോടുകൂടെ പങ്കുചേരുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയും കൂടെ ചെയ്യുക. എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഓരോരുത്തരെ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവർ. എന്ത് പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇവരെല്ലാവരും തന്നെ ജോയിൻ ചെയ്ത് അമ്മയുടെ മക്കളായിട്ട് അമ്മയുടെ കൂടെ ലൈവിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും അമ്മയുടെ എന്താണ് ആവശ്യങ്ങൾ അതെല്ലാം നേരിട്ട് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇവരുടെ ജീവിതം അമ്മയോടൊത്ത് കൊണ്ടുപോകാൻ ഇവർ എപ്പോഴും ഉണ്ടാവും. അമ്മേ മാതാവേ, അമ്മയില്ലാതെ ഇവർ ഒരു നിമിഷം പോലും തീർച്ചയായിട്ടും മാറി നിൽക്കത്തില്ല. അമ്മേ മാതാവേ, അമ്മ ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് 1000 നന്ദി പറയുവാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവരെ അലട്ടുമ്പോഴും തീർച്ചയായിട്ടും അമ്മയോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അമ്മേ മാതാവേ, ഇവരെല്ലാവരും തന്നെ ജോയിൻ ചെയ്ത് അമ്മയോട് നേരിട്ട് എല്ലാ ദിവസത്തെ കാര്യങ്ങളും തുറന്നു പറയും. അമ്മേ മാതാവേ, ഞാൻ ഓരോരുത്തരെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവ്, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അത്തരത്തിലുള്ള ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് അവരെ നല്ല ഉന്നത നിലയിലുള്ള ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മ മാതാവ് ഇവരുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, ഇവരുടെ കടബാധ്യത മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ടും നല്ല സന്തോഷത്തോടെയുള്ള കുടുംബം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയിലൂടെ മുന്നോട്ട് പോകാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ബിസിനസ് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അവരെ അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും അവരുടെ ബിസിനസ് എല്ലാം നല്ല കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവർക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ കടബാധ്യതകൾ ഉണ്ട് എങ്കിൽ അമ്മേ മാതാവ്, അവരുടെ കടബാധ്യതകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനായിട്ട് അമ്മേ മാതാവേ കാത്തിരിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവർക്ക് വിദേശത്തേക്ക് പോകാനും നല്ലൊരു ജോലി ചെയ്യുവാനും ആ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവർക്ക് സന്തോഷത്തോട് സമാധാനത്തോടു കൂടെ നല്ല ശമ്പളത്തോടു കൂടെ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ശമ്പളത്തോടു കൂടെ അവരുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാനും കുടുംബത്തിൽ നല്ല രീതിയിൽ അവർക്ക് ആ ശമ്പളം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷത്തോട് സമാധാനത്തോടു കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അമ്മേ മാതാവ് അവരെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും അനുഗ്രഹിക്കണം. അമ്മേ മാതാവേ, അതുപോലെ തന്നെ യുദ്ധങ്ങൾ ലോകത്തുണ്ടാവാതിരിക്കുവാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ നേഴ്സുമാർ ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളും അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടൽ മൂലം എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോവാനായിട്ട് അമ്മ മാതാവ് ഇടപെടണമേ. അമ്മേ മാതാവേ, അമ്മ
എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ എക്സാം എഴുതുവാൻ വേണ്ടി നിൽക്കുന്ന വിദ്യാർത്ഥികൾ, എക്സാമിന് വേണ്ടി കാത്തു നിൽക്കുന്ന, ജോലിയുടെ എക്സാമിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ, PSC എക്സാമിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, അത്തരത്തിലുള്ള ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, അമ്മേ മാതാവേ, ഇവരെല്ലാവരെയും തന്നെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇവരിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും പെട്ടുപോയിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. തീർച്ചയായിട്ടും അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ വിവാഹം നടക്കുന്നില്ല എങ്കിൽ അമ്മേ മാതാവേ, ആ വ്യക്തിയുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ രോഗാവസ്ഥകളൊക്കെ മാറിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ ആ ഒരു സാഹചര്യം മാറിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ്, അവരുടെ പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കലഹങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ്, അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടു കൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള തർക്കങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഈ കുടുംബത്തിലുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, ഈ കുടുംബത്തിലെ ആ സാമ്പത്തിക തർക്കങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വീട് വാങ്ങുവാനും അതുപോലെ തന്നെ സ്ഥലം വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ജപ്തി വക്കിൽ ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവരെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് അവരെ പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ പ്രാർത്ഥന ശ്രവിച്ചുകൊണ്ട് അമ്മേ മാതാവ് അവർക്ക് മക്കളെ നൽകിക്കൊണ്ട് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. ഭാര്യയും ഭർത്താവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അമ്മേ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ സമാധാനത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ്, അവരുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ട് ആ ലഹരി എന്ന് പറഞ്ഞ പൈശാചികമായിട്ടുള്ള അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മയുടെ പ്രസൻസോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മ അനുഗ്രഹിക്കണം അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ കുടുംബം നിൽക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ, മറ്റ് തരത്തിലുള്ള സംസാരം മറ്റുള്ളവരിൽ നിന്ന് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അമ്മ ഇവരെ ഈ കുടുംബത്തെ നല്ലൊരു കുടുംബമാക്കി മാറ്റിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാക്കി മാറ്റാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്.